തലവേദന ഇല്ലാതെയും മൈഗ്രെയിൻ കാണാറുണ്ട്. ചില ആൾക്കാരിൽ ഏകദേശം 5 മുതൽ 10% മൈഗ്രെയിൻ പേഷ്യൻസിൽ തലവേദന അത്ര കാര്യമായിട്ട് വരണമെന്നില്ല. പക്ഷെ മൈഗ്രെയിനൊപ്പമുള്ള മറ്റ് ലക്ഷണങ്ങൾ പ്രോമിനന്റ് ആയിട്ട് കാണാം. കാഴ്ചയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ, കണ്ണിലേക്ക് ഇരുട്ട് കയറുക, ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുക, സിക്സാഗ് ലൈൻ, തിളക്കമുള്ള വസ്തുക്കളൊക്കെ കാണുക, കാഴ്ച മങ്ങുക, ഒബ്ജക്ട്സ് ഒക്കെ രണ്ടായിട്ട് കാണുക എന്നിങ്ങനെയുള്ള വിഷ്വൽ ഓറ സിംറ്റംസ് ആണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ കൂടുതലായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഓക്കാനം, ഛർദി, തലകറക്കം, ബോഡി പെയിൻ, ബോഡിയുടെ ഒരു സൈഡിൽ വരുന്ന വീക്ക്നെസ്, തരിപ്പ്, സംസാരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, കറക്റ്റ് വാക്ക് കിട്ടാതെ വരിക, നാക്ക് കുഴയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. ചില ആളുകൾക്ക് ഹാലൂസിനേഷൻ, ഇപ്പോ ഒരു സൗണ്ട് കേൾക്കുക, റിയൽ അല്ലാത്തൊരു ഒബ്ജക്റ്റ് കാണുക. കുറെ കാലമായിട്ട് മൈഗ്രെയിൻ ഉള്ളവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ തലവേദന കുറഞ്ഞു വരികയും ഇങ്ങനത്തെ സിംറ്റംസ് മാത്രമായിട്ടും കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ സിംറ്റംസ് ഒക്കെ മൈഗ്രെയിനിന്റെ ഭാഗമായിട്ട് മാത്രം ആവണമെന്നില്ല. ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന പല കണ്ടീഷൻസിലും സിമിലർ ആയ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവൻ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ പോലും, എസ്പെഷ്യലി ഒരു 40-50 വയസ്സിന് ശേഷം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൈഗ്രെയിനോടൊപ്പം ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ.